വളരെ ഗുരുതരമായി നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഇപ്പോൾ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അതായത് ഈ വേശ്യാവൃത്തി, പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന സംഭവം നമ്മുടെ ഭാരതത്തിൽ പണ്ട് മുതലേ ഉണ്ട്. ആദ്യമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് ഈ പറയുന്ന ബോംബെ റെഡ് സ്ട്രീറ്റ്, പിന്നെ കൊൽക്കട്ട സോണാഗച്ചി, പിന്നെ തമിഴ്നാട് ഈ പറയുന്ന സൈനൈഡ് മോഹൻ ഉൾപ്പെടെ, അല്ലെങ്കിൽ അവിടെ ഓട്ടോ ശങ്കർ ഉൾപ്പെടെ, അങ്ങനെ ഒരുപാട് പേർക്ക് ഉള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിനെ ആസ്പദമാക്കി ഒരുപാട് സിനിമകളും വന്നിട്ടുണ്ട്. ഈ പറയുന്ന എന്താ പറയുക, കൊൽക്കട്ട ന്യൂസ്, അത് മലയാളത്തിലെ സിനിമയായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, ആര്യൻ, അതും ഈ പ്രമേയവുമായി ബന്ധപ്പെട്ട സിനിമയായിരുന്നു. അങ്ങനെ നൂറ് സിനിമകളൊക്കെ ഇതൊക്കെ ഇതിവൃത്തമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സ്വന്തം കേരളത്തിൽ തഴച്ചു വളരുകയാണ് ഈ വ്യവസായം. ഒരുപാട് പെൺകുട്ടികൾ ഈ ഒരു ചിലന്തി വലയിലേക്ക് അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ സ്വന്തം നഗരങ്ങളിൽ, സ്വന്തം കേരളത്തിലെ പലയിടത്തും ഇതേപോലെയുള്ള വ്യവസായം എന്ന് തന്നെ പറയാം. കാരണം ഇതൊരു മണി കോൺട്രാക്ട് വ്യവസ്ഥയിൽ ഉള്ള സംഭവമാണ്. ഒരുപാട് റെയ്ഡ് നടത്തിയിട്ടുണ്ട്, ഒരുപാട് പേരെ പിടിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും പെട്ടെന്ന് കാശുണ്ടാക്കാനുള്ള ചിലരുടെ എന്താ പറയുക ആഗ്രഹങ്ങളൊക്കെയാണ് ഇങ്ങനെയുള്ള വ്യവസായങ്ങളൊക്കെ തഴച്ചു വളരുന്നത്. ഒരുപാട് പോലീസുകാരുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് ഇത് എല്ലായിടത്തും ഉണ്ട്. ഒരു പക്ഷേ നമ്മുടെ ഒരു നാട്ടിൻപുറങ്ങളിൽ, നമ്മുടെ ഗ്രാമങ്ങളിൽ, നമ്മുടെ അതിർത്തികളിലൊക്കെ തന്നെ ഈ പറയുന്ന ഒരു വീട് വാടകയ്ക്ക് എടുക്കുക, അവിടെ വാടകക്കാരെന്ന വിധേന താമസിക്കുക, അവിടെ ഇതുമായി ബന്ധപ്പെട്ടവരെ ക്ഷണിച്ച് വരുത്തുക, നല്ല കാശ് കൊടുത്ത്, നല്ലൊരു എമൗണ്ട് കൊടുത്ത് ഇങ്ങനെ പരസ്പരം ബന്ധപ്പെടാൻ സഹായിക്കുക. ഇതുമായി ബന്ധപ്പെട്ടവർക്ക്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് ആഗ്രഹമുള്ളവർക്ക് മാത്രമേ ഇവരെ കോണ്ടാക്റ്റും ഒക്കെ ഉണ്ടാവുള്ളൂ. സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. ഇത്തരം ആഗ്രഹങ്ങളുമായി നടക്കുന്ന ആൾക്കാർക്ക് ഇവരെ നമ്പർ കിട്ടാനും ബന്ധപ്പെടാനും ഒക്കെ വളരെ എളുപ്പമാണ്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ നെറ്റ്വർക്ക്, നമ്മുടെ ഗൂഗിളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. എസ്കോട്ട് എന്ന പേര് ഇപ്പോഴും ഉണ്ട്. ഞാനൊരു നമ്പർ എടുത്ത് വിളിച്ചായിരുന്നു. കൊച്ചുള്ളൂരാണ് ഞാൻ വിളിച്ചത്. വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു, ഓക്കെ, ഇന്ന് പൊങ്കാലയാണ്, ഇന്ന് വരാൻ പറ്റില്ല, നാട്ടിൽ ദിവസം നിങ്ങൾ പറയൂ, നിങ്ങളെ കൂടെ വിടാം. ഇങ്ങനെ വളരെ ഓപ്പണായിട്ട്, സങ്കടം തോന്നുന്നു, വളരെ ഓപ്പണായിട്ട് നമ്മുടെ ഈ പറയുന്ന കുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ എൻ്റെ ജോലിക്ക് ഈ ടെക്സ്റ്റൈൽസൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാർ, അങ്ങനെ ഒരുപാട് ഈ ആൾക്കാരെ ഇങ്ങനെ ഈ ഒരു വേശ്യാവൃത്തിയിലേക്ക് വഴിതിരിച്ചു വിടുന്ന, കാരണം അവരുടെ എന്താ പറയുക, കാശില്ലാത്തൊരു അവസ്ഥയെ മുതലെടുക്കുന്ന കുറേ ബിസിനസ് സംഘങ്ങൾ തഴച്ചു വളരുകയാണ് നമ്മുടെ കേരളത്തിൽ. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏകദേശം ഒരു 2-3 ആഴ്ച മുന്നേ ഞാൻ സ്വിഗ്ഗിയിലൊരു ഫുഡ് ഓർഡർ ചെയ്തിട്ട് എൻ്റെ വീട്ടിലേക്ക് ഫുഡ് കൊണ്ടുവന്ന പയ്യൻ, ഞാൻ അവന് എക്സ്ട്രാ കാശും കൊടുത്തു. രാത്രി 12 മണിയെങ്ങാണ്ടായി, എക്സ്ട്രാ കാശും കൊടുത്തു. 2-3 ആഴ്ചയിൽ കൂടുതലായി കാണും. അവൻ, ചേട്ടാ വേറെ വല്ലതും വേണോ ചോദിച്ചു. ഞാൻ എന്ത്? അല്ല വേറെ വല്ലതും, ഞാൻ വെച്ചാൽ മദ്യം വല്ലതും ആയിരിക്കും എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ അവൻ ചോദിച്ചെന്നറിയോ, ചേട്ടാ ലേഡീസിന് വല്ലതും വേണോ? സ്വിഗ്ഗി എന്ന ആ ഒരു കമ്പനി കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ട്, നല്ല പിള്ളേരുണ്ട്. എന്നിട്ടാണ് അവരെയൊക്കെ നാണം കെടുത്താനും അവരുടെ മാനം കെടുത്താനും ഒക്കെ ആയിട്ട് ഇങ്ങനെയാണ്. ഞാൻ അപ്പം അവനെ പിടിച്ച് ചൂടായി. ഞാൻ പറഞ്ഞു, മേലാൽ നിങ്ങൾ സംസാരിക്കരുത്, നീ ഇതിനെപ്പറ്റി അന്വേഷിച്ച് നോക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ചീത്ത വിളിച്ച് അവനെ വിട്ടു. പക്ഷേ ഇങ്ങനെ ആൾക്കാരുണ്ട് എന്നുള്ളത് വളരെ എന്താ പറയുക, വേദനിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്, വാസ്തവമാണ്. ഇപ്പോൾ ഞാനിതിനെപ്പറ്റി കുറേ അന്വേഷണം നടത്തിയപ്പോഴത്തേക്ക് നമ്മുടെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിനടുത്ത് വെഞ്ഞാറമൂട്, ആറ്റിങ്ങൽ എന്ന് വേണ്ട വെളിയം, ചിലയിടങ്ങളിൽ ലോഡ്ജാണ്, ചിലയിടങ്ങളിൽ എന്താ പറയുക, വീടുകളെടുത്ത് ഇങ്ങനെ കച്ചവടം നടത്തുന്നു. ഇത് ഉപയോഗപ്പെടുത്താനായിട്ട്, അല്ലെങ്കിൽ ഇതിനെ രസം ആസ്വദിക്കാനായിട്ട് ഒരുപാട് കസ്റ്റമേഴ്സുമുണ്ട്. അവർക്ക് മാത്രമേ ഈ നമ്പരൊക്കെ ലഭിക്കൂ കേട്ടോ. ഇതിനായിട്ട് മുൻകൂട്ടി ഇങ്ങനെ ചാടി ഇറങ്ങുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇത് ഇത്രയും ആഗ്രഹമായിട്ട് നടക്കുന്ന ആൾക്കാർക്ക് മാത്രമേ നമ്പർ കിട്ടൂ. എന്നെ വളരെ വേദനിപ്പിക്കുന്ന സംഭവം, ഇവിടെ അടുത്തൊരു നല്ല ബിൽഡിംഗ് ഉണ്ട്, അവിടെ വരെ ഉണ്ട് എന്നുള്ള കാര്യമാണ്, ആറ്റിങ്ങൽ ഉണ്ടെന്നുള്ള കാര്യമാണ് വാസ്തവം. കാരണം എന്താ പറയുക, വലിയൊരു ആപത്തിലേക്ക് കേരളം കൊണ്ടിരിക്കുകയാണ്. ഉഭയകക്ഷി സമ്മതപ്രകാരം ഒരാണിനും പെണ്ണിനും ബന്ധപ്പെടാം, അതിന് കോടതി അനുമതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ
ഒരു ആണിനും പെണ്ണിനും ഇടയ്ക്ക് ഒരു മണി കോൺട്രാക്റ്റ് വരുമ്പോഴത്തേക്കാണ് കുറ്റകൃത്യമാകുന്നത്. ഈ ഒരു മണി കോൺട്രാക്റ്റാണ് ഇപ്പോൾ പരസ്യമായും രഹസ്യമായും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാടിടത്ത് ഈ പറയുന്ന ഈ സ്ഥലങ്ങളിലെ കാര്യങ്ങളൊക്കെ പോലീസുകാർക്കും അറിയാം. പക്ഷേ പലരും കണ്ണടയ്ക്കുന്നു, അല്ലെങ്കിൽ അവർ സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കുന്നു, കിട്ടുന്നു, ലഭിക്കുന്നു, അല്ലെങ്കിൽ മറ്റു വല്ലതും കിട്ടുന്നു എന്നുള്ളത് വേണം നമുക്ക് ഊഹിക്കാനുള്ളത്. കാരണം ഞങ്ങളിതിനെപ്പറ്റി നല്ല അന്വേഷണം നടത്തി മാത്രമല്ല എവിഡൻസ് എല്ലാം എടുത്തു. വരും ദിവസങ്ങളിൽ ഈ നഗ്ന സത്യങ്ങൾ ഞങ്ങൾ വിളിച്ചു പറയുന്നതായിരിക്കും. ശ്രീത്മല സൈനിങ് ഓഫ്.